എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഡിന്നറിനൊരു അടിപൊളി ഐറ്റം റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുപാലും അതുപോലെ തന്നെ 1 കപ്പ് തൈര് കേട്ടോ. ഒരുപാട് പുളിപ്പൊന്നും ഇല്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പം റൂം ടെമ്പറേച്ചർ ബട്ടർ ഞാനിവിടെ 1 കപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനേ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവണം. 1 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു വിസ്ക് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചർ ബട്ടർ തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വലിയൊരു ബൗൾ എടുക്കണം. ഇതിലേക്ക് ഞാനിവിടെ 6 കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് തന്നെ നമുക്ക് ഗോതമ്പ് മാവിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതിനു മുൻപൊക്കെ ഇതിൻ്റെ റെസിപ്പി പല രീതിയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം 6 കപ്പ് മൈദാ മാവിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം ഒരുപാട് ആയി പോകുന്നൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുഴച്ച് വരുമ്പോഴേക്ക് ഒരുപാടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം. അപ്പം ഈ ഒരു ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. എത്രത്തോളം നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നന്നായിരിക്കും നമ്മളുടെ ഈ ഒരു നാൻ കേട്ടോ. അപ്പോൾ ബട്ടർ നാനാണ് നമ്മൾ റെഡിയാക്കണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ ബട്ടർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കണേ. കൂടുതൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം ഈ ഒരു മാവ്. വല്ലാതെ അങ്ങ് ഹാർഡായി പോരുത്. ചപ്പാത്തിയുടെ അത്രയും കട്ടിക്ക് പരത്തി കുഴച്ചെടുക്കുകയും ചെയ്യരുതേ. പിന്നെ നനഞ്ഞൊരു ടവലും കൊണ്ട് നമുക്കിതൊന്ന് മൂടി ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ നാനിന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ചിക്കൻ്റെ ഐറ്റമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ബോൺലെസ്സും കുറച്ച് ബോണായിട്ട് കൂടിയതും കൂടി എടുത്തിട്ടുണ്ട്. അത് കഴുകിയെടുത്തതിലേക്ക് മുട്ടയുടെ വെള്ള ഒരെണ്ണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസ് വേണം. അപ്പം ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ തന്തൂരി മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 1/4 കപ്പ് കോൺഫ്ലോറും അതുപോലെ തന്നെ 1/4 കപ്പ് മൈദാ മാവും കൂടി നമുക്കിതിലേക്ക് ഇട്ട ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഇനിയിപ്പം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനിതിപ്പം എൻ്റെതായിട്ടുള്ള ഒരു വെർഷനിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സോസ് ഉണ്ടാക്കണം ഇതിൻ്റെ. അപ്പം ഞാനിവിടെ 1/4 കപ്പ് ടൊമാറ്റോ സോസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസും കൂടി ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തന്തൂരി മസാല പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ടൊമാറ്റോ സോസിലും ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. പിന്നെ നമുക്ക് 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ഇട്ട ശേഷം ഒരു വിസ്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു സോസാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ പുറത്ത് വെച്ചിട്ട് ഇത്രയും മിക്സ് ചെയ്തെടുത്ത ശേഷം ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കുറച്ച് നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവർ അല്ലേ നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പാനിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഈ ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരുപാട് ഹാർഡായി വരത്തക്ക രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് റെഡിയാകുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ബട്ടർ നാൻ കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷനാണ് ഇഷ്ടം? ചിക്കനാണോ അതേ വെജാണോ
പനീർ അത് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ ബട്ടർ നാനിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് ബട്ടർ നാൻ കഴിക്കുന്നതിൽ നിന്നും ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആണല്ലോ, മക്കളൊക്കെ വീട്ടിലുള്ള സമയമല്ലേ, അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് ഫ്രൈ ആയി വന്നത് ഞാനിപ്പം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ ഹാർഡ് ആവാനായിട്ട് നിൽക്കരുത്. ഇതിപ്പോൾ ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടേ ഉള്ളൂ, കണ്ടില്ലേ, എന്നാൽ ഉള്ളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഞാനിപ്പം ഒരു ബാച്ച് ഫ്രൈ ചെയ്തത് മാറ്റിയിട്ട് ഇപ്പം അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിൽ സോസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഉപ്പ് നോക്കുമ്പോഴേക്ക് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കണം കേട്ടോ. ഓൾറെഡി സോയാ സോസിലൊക്കെ ഉപ്പ്, ടൊമാറ്റോ സോസിലൊക്കെ ഉപ്പിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്ന ഉപ്പ് നോക്കിയിട്ട് വേണം. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി മാത്രമേ ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണേ കേട്ടോ. ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ആവശ്യമുള്ള ഓയിൽ വെച്ചിട്ടാണ് ബാക്കി മാറ്റിയത്. പിന്നെ ഞാനിവിടെ ഒരു 2 സവാള അല്ലികളായി അടർത്തിയെടുത്തതാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല മണമാണ് കേട്ടോ ഈ സവാളയും വെളുത്തുള്ളിയും. പ്രത്യേകിച്ച് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ ഓയിലിൽ തന്നെ നമ്മൾ വറുത്തെടുക്കുമ്പം അടിപൊളി മണമാണ്. പിന്നെ സവാള ചേർത്ത ശേഷം ഒരുപാട് നമ്മളങ്ങ് വഴലാനായിട്ട് നിൽക്കേണ്ട. അതിലേക്ക് ഞാനിവിടെ റെഡും ഗ്രീനും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാനുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം കൂടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റി കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒറിഗാനോ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാഴ്സ്ലി ലീവ്സും 1 ടേബിൾ സ്പൂൺ ചേർത്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഈ ഒരു റെസിപ്പിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ പേരിട്ടിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇതിന് നല്ലൊരു പേര് ഇടാം കേട്ടോ, പറയണേ ഇന്ന് ചേർന്ന പേര്. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടിയാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി എല്ലാം പരുവത്തിന് റെഡി ഉണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ബോൺലെസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചിയും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതേ. എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സത്യം പറഞ്ഞാൽ നിസാറിക്കൊക്കെ ഇങ്ങനെ സോസൊന്നും ചേർക്കുന്ന ചിക്കൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ഇതുപോലെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ചിക്കൻ ഉറപ്പായിട്ട് ഇഷ്ടമായിരിക്കും. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നിന്നും വളരെ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കണ്ട, ഇത്രയേ ഉള്ളൂ സംഭവം റെഡിയായിട്ടുണ്ട്. അപ്പം ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതിന് പേരിട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, നല്ലൊരു പേര് നിങ്ങൾ ഈ ഒരു ചിക്കന് ഇടണം കേട്ടോ. അപ്പം ഞാനിത് മാറ്റി വെച്ച ശേഷം നമ്മളുടെ നാനിൻ്റെ മാവ് എന്തായെന്ന് നോക്കാം. ടവലൊക്കെ മാറ്റി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കും അത്രത്തോളം നമ്മളുടെ നാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉരുളയാക്കി ഒന്ന് മാറ്റി വെക്കും. കണ്ട, നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇത്ര മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് മൈദാമാവ് തൂവിയ ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. അല്ലാതെ ഇങ്ങനെ തന്നെ പരത്തിയെടുക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മീതെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് വിതറിക്കൊടുത്ത് കുറച്ച് ഈ വെള്ള എള്ളും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പം ആ എള്ളും മല്ലിയിലൊക്കെ അവിടെ സ്റ്റിക്കായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ
നാനിൻ്റെ മാവ് റെഡിയായത് നമുക്ക് തിരിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഇതുപോലെ ഒന്ന് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ബ്രഷ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാവും. ചൂടായ പാനിലേക്ക് ഞാൻ ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻഡസ് വാലിയുടെ എൻ്റെ പാനാണ് കേട്ടോ. ഇതാകുമ്പോഴേക്ക് അടുക്കി പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഒരു സൈഡ് ബബിൾസ് ഇങ്ങനെ വന്നു തുടങ്ങുന്ന സമയം ഞാൻ ഈ പാനോട് കൂടിയിട്ട് തന്നെ മറച്ചു വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഫ്ലെയിമിൽ ഇരുന്നാണ് ഇത് ആ ഒരു ശരിക്കും വെളിയിൽ നിന്നൊക്കെ നമ്മൾ ഞാൻ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു കളറുണ്ടല്ലോ അങ്ങനെ കിട്ടണതേ. എന്നിട്ട് ഞാൻ ഇതിനെ മീതെ ബട്ടർ ഇതുപോലെ ഒന്ന് എല്ലായിടും തേച്ച് കൊടുക്കും കേട്ടോ. ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളുടെ ബട്ടർ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം കണ്ട ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ തന്നെയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴേക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കഴിച്ച ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. സത്യം നിങ്ങൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കണ ഫുഡൊക്കെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് വരുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബട്ടർ നാനും നമ്മളുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം വെളുപ്പിന് ഞാൻ നിസ്സാർക്കായും കൂടി പുറപ്പെടുന്നതാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നമ്മളെ വിടാനായിട്ട് ഫാബിമോളും സനമോളും നമ്മുടെ സൽമാനും വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രണ്ടുപേരും മാത്രം പോകുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാറിലല്ല പോകുന്നത്, നമ്മൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. അതാവുമ്പോൾ പിന്നെ നമുക്ക് വളരെ ഈസിയാണ്, ടെൻഷനൊന്നുമില്ല. കണ്ടോ പാവം കേട്ടോ സനമോള് നമ്മളെ വിടാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാണ് കേട്ടോ. 5:10 5:15 കണ്ടാണ് വന്ദേ ഭാരത് എടുക്കുന്നത്. അപ്പം കറക്റ്റ് ടൈമിന് നമ്മളിതാ ഇവിടെ എത്തിയപ്പോഴേക്ക് ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു നമ്മളുടെ സീറ്റുള്ള പൊസിഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ കോച്ച് കണ്ടുപിടിച്ച് നമ്മളിതേ കയറി. ഇതിപ്പം നമ്മളുടെ രണ്ടാമത്തെ യാത്രയാണ്. അന്ന് നമ്മൾ കണ്ണൂർ പോയതും ഇതിലായിരുന്നു കേട്ടോ. അപ്പം വന്ദേ ഭാരത് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര സ്പീഡ് നമ്മൾ അകത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അകത്തിരിക്കുമ്പോൾ നോർമൽ ട്രെയിനിൽ ഇരിക്കുന്ന സ്പീഡേ നമുക്ക് ഫീൽ ചെയ്യാറുള്ളൂ. പിന്നെ അവർ മെട്രോ വാർത്ത എന്ന് പറഞ്ഞൊരു പത്രം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കോംപ്ലിമെൻ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടുത്തതായിരിക്കാം. കോഫിയും പിന്നെ ബിസ്ക്കറ്റും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ തരുന്നുണ്ട്. 3-in-1 കോഫി പൗഡർ ആയിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞ തവണ ഇവർ തന്ന കോഫി പൗഡറാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത് എനിക്ക് അത്ര ഒരു സുഖമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് കുടിച്ചപ്പം വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. കുടിക്കാം അത്രേ ഉള്ളൂ, കൊള്ളാം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ സൂര്യനെ ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം നിൽക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ. ട്രെയിൻ യാത്രക്കിടയിൽ ഇങ്ങനെ സൂര്യനെ പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. കൊച്ചിയിലേക്കാണ് വന്നത് കേട്ടോ. എറണാകുളത്താണ് ഇറങ്ങിയത്. ഇനിയിപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവാണേ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് 2025 മീറ്റപ്പിനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കാണ് ഇത് വിവാന്ത എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു, മറൈൻ ഡ്രൈവിനടുത്ത്. വന്നപ്പോൾ തന്നെ അസ്ഫി മലയാളവും ഇങ്ങനെ കുറേ പരിചയക്കാരെയൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ സുജിത് ഭക്തൻ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സുജിത്തിനെയൊക്കെ ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം കാണാതെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോഴേക്കും കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ നെയിമൊക്കെ ഇങ്ങനെ എഴുതണം. അപ്പോൾ അതൊക്കെ അനുസരിച്ച് എഴുതുകയാണ്. ശരിക്കും നമ്മൾ ഇതുപോലെയുള്ള മീറ്റപ്പിനൊക്കെ വരുമ്പോഴാണ് ഒരുപാട് നാൾ കാണാതിരുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. നമ്മളുടെ നിഷ ഡ്രീംസ്, നിഷ സ്പൈസസിലെ നമ്മളുടെ നിഷയാണ് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ നമ്മൾ കാണാതിരുന്ന് കണ്ടുമുട്ടും. അസ്വിയൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടത്. പിന്നെ ഇതിനിടയിൽ കുറേ നമുക്ക് ഇൻവിറ്റേഷനൊക്കെ യൂട്യൂബ് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എവിടെയും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ മോളുടെ പ്രസവവും കുഞ്ഞു വന്നതും. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ഇപ്രാവശ്യം എന്തായാലും സാറൊക്കെ പറഞ്ഞ് അങ്ങനെ പങ്കെടുക്കാതിരിക്കേണ്ട പോവാന്ന് പറഞ്ഞ എൻ്റെ പ്രകാരമാണ് അങ്ങനെ നമ്മൾ വന്നത്. അപ്പം ഇവിടെ വന്നപ്പോഴേക്ക് കുറേ പുതുമുഖങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് ഇതുപോലെ ഇവൻ്റൊക്കെ വയ്ക്കുമ്പോഴേക്ക് കുറേ ഗെയിംസ്, ആക്ടിവിറ്റീസ്, പിന്നെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അങ്ങനെ കുറച്ച് അവസരങ്ങളൊക്കെ എല്ലാ ക്രിയേറ്റേഴ്സിനും തരാറുണ്ട്. അപ്പോൾ അതിലെല്ലാം പങ്കെടുത്തു. അതൊക്കെ നല്ല രസകരമായിട്ട് സമയം നമുക്ക് പോകുന്നത് തന്നെ അറിയത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചുകൂടി അറിവുകൾ കിട്ടുന്ന കാര്യങ്ങൾ അവർ നമുക്ക് ഈ ഒരു വേദിയിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്.
എന്തായാലും നല്ലൊരു ഇൻട്രാക്റ്റീവ് ചെയ്യാൻ പറ്റിയ ഒരു സെഷൻ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും സംസാരിക്കാനും അവരുടെ ചാനലിനെ കുറിച്ച് അറിയാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. നല്ലൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ മോർണിംഗിലും ഈവനിങ്ങും ആയിട്ട് 2 സെഷനായിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മോർണിംഗിനുള്ള ബാച്ചായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൗകര്യമായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള ആ ഒരു ടൈം കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഇവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മോർണിംഗ് സെക്ഷനിൽ എനിക്കറിയുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിലപ്പം മറ്റുള്ളവരൊക്കെ ആഫ്റ്റർനൂൺ സെക്ഷനിലുള്ളവരായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലല്ലോ. കാണുമ്പോൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇപ്പം അവിടെ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്ന ശേഷം ലാസ്റ്റ് ഇതുപോലെ എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോയും വീഡിയോസും അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് കേട്ടോ. ഇത്രയും ക്രിയേറ്റേഴ്സ് ഒരുമിച്ച് നമ്മളെല്ലാവരും ഒത്തുകൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കാരണം ഇനി ഇതുപോലെയുള്ള ഇവന്റ് വരുമ്പോഴേക്കും ഇവർ ഈ പഴയ ഫോട്ടോസൊക്കെ പ്ലേ ചെയ്യാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നു. അതിവിടെ വന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഇതുവരെ നമ്മളായിട്ട് പേഴ്സണൽ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പം ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ നിസാർക്കടുത്ത് പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമ്മളുടെ എറണാകുളത്ത് ലുലുവിലേക്ക് പോണതേ. പിന്നെ വൗ ഫാലിമിയിലെ റെനിത്താണ് നമ്മളെ ലുലുവിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലുലുവിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ വരണം എന്ന് എനിക്ക് വലിയൊരു അതിയായ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടൈം ഒരുപാട് ഉള്ളത് കൊണ്ട് എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഉള്ളതിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം നമ്മുടെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ചായ കുടിക്കാനായിട്ട് പാരഗണിലേക്ക് പോയി. അപ്പോൾ അവിടെ കുറേ നേരം ഞാനും നിസാർക്കയും സ്പെൻഡ് ചെയ്തു. ചായ കുടിക്കാൻ നമ്മൾ പോയെങ്കിലും നിസാർക്കൊക്കെ അവിടെ എത്തിയപ്പോഴേക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞത്. മെട്രോ പോകുന്നത് നോക്കിയേ, നല്ല വ്യൂ കേട്ടാ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കിരുന്നു, സൊറ പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് നിസാർക്ക കണ്ടോ, ഇതാണ് ഫ്രൂട്ട് സാലഡാണ് ഓർഡർ കൊടുത്തത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രൂട്ട് സാലഡ് ഏതായാലും വേണ്ട, എനിക്ക് സൂപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പം നിസാർക്ക അങ്ങനെ സൂപ്പൊന്നും കുടിക്കുന്ന ആളല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഞാൻ എനിക്കൊരു സൂപ്പ് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് പച്ചമാങ്ങ ജ്യൂസാണ് നിസാർക്ക പറഞ്ഞത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ ഇനിയിപ്പം മെട്രോയിലേക്ക് പോവാണേ. അപ്പം നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ ഉള്ളത് എറണാകുളം ടൗണിൽ നിന്നാണ്. അപ്പം മെട്രോയിൽ പോകുന്നതാണ് സൗകര്യം എന്ന് ഇവരെല്ലാം പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്താ മെട്രോയിലാവുമ്പോഴേക്കും അവിടെ കറക്റ്റായിട്ട് ചെന്നിറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്നാമത് ഇവിടെ ഒന്നും വലിയ വശമുള്ള ആൾക്കാരൊന്നും അല്ല. എന്തായാലും യാത്രയൊക്കെ വളരെ സുഖകരമായിരുന്നു. കറക്റ്റായിട്ട് നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്ക് നമ്മളുടെ ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു എന്ന് തന്നെ പറയാം. കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു. അപ്പം ഇതാ ട്രെയിനിലേക്ക് കയറി ശരിക്കും പറഞ്ഞാൽ ടയേർഡായിട്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും. പിന്നെ നമ്മളിതാ നാട്ടിലെത്തിയപ്പോഴേക്ക് നമ്മളെ റിസീവ് ചെയ്യാൻ നമ്മുടെ സനമോളും സലുവും ഫാബിമോളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗായിട്ടൊക്കെ വരാം. അപ്പം നിസാർക്കയുടെ സന്തോഷം നോക്കിയേ നമ്മുടെ സനമോളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഉടൻ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.